ഹലോ ഫ്രണ്ട്സ്, കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 10. രചന ദിവ്യ ജി കെ. അവതരണം നിള. നാളെ ഉമ്മിച്ചാവുമ്മയുടെ ബർത്ത്ഡേ ആണ്. രാവിലെ മുതൽ തന്നെ വീട്ടിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞു. ബീനയ്ക്ക് എല്ലാ വിശേഷ ദിവസങ്ങളിലും പറ്റുന്നത് പോലെ ഇരിക്കാൻ സമയമില്ലാതെ ജോലി തുടങ്ങി. ജോലി ചെയ്യുന്നതിനിടയിൽ മാമി വെള്ളം വിളിച്ചു ചോദിച്ചത് കേട്ട് വെള്ളവുമായി ഹാളിലേക്ക് വന്ന ബീന കാണുന്നത് അബിയുടെ കയ്യിൽ കോർത്തുപിടിച്ച് നെഞ്ചിൽ ചാരി അബിക്ക് എന്റെ ആണെന്ന് പറയുന്ന ഹസീനയെയാണ്. പെരുവിരൽ മുതൽ തരിച്ചു കയറി വന്ന ദേഷ്യം അമർത്തിപ്പിടിച്ച് ഒരു പുഞ്ചിരിയോടെ വെള്ളം മാമിയുടെ നേർക്ക് നീട്ടിയപ്പോൾ അവളെ ശ്രദ്ധിക്കാത്തതുപോലെ അവർ മാമായ്ക്ക് വെള്ളം കൊടുക്കാൻ പറഞ്ഞതും ഒരു ചിരി വെറുതെയായല്ലോ എന്ന് ചിന്തിച്ചിട്ട് മാമായ്ക്ക് വെള്ളം കൊടുത്ത് ബീന ഹസീനയോട് പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അബീക്കായ നിക്കാഹ് കഴിച്ച് ഇവിടെ തന്നെ കൂടിക്കോ. എന്നെ മൊഴി ചൊല്ലുന്നതിന് എനിക്ക് സമ്മതമാണ്. നമ്മൾ പെറുമെന്നുറപ്പുള്ളത് കൊണ്ട് എന്നെ നിക്കാഹ് കഴിക്കാൻ എന്റെ മാമാന്റെ മോൻ നവാസിക്കായ്ക്ക് പെരുത്തിഷ്ടമാണ്. ഞാൻ നവാസിക്കായെ കെട്ടി സുഖമായി ജീവിച്ചോളാം. അബിക്ക് ദേഷ്യം കൊണ്ട് കണ്ണ് കാണാൻ പറ്റാതായതും തന്നോടൊട്ടി നിന്ന ഹസീനയെ പെട്ടെന്ന് തന്നെ തള്ളിമാറ്റി പല്ലിനിരിച്ച് ബീനയെ നോക്കി. ഇജെന്ത് കൊസ്രാക്കൊള്ളി വർത്തമാനമാണ് പറയുന്നത്? ഉമ്മിച്ചാമ്മ കത്തിക്കേറി. അതെന്താ ഉമ്മിച്ചാമ്മി, ഞാൻ പറഞ്ഞപ്പോൾ മാത്രം നിങ്ങൾക്ക് എല്ലാവർക്കും ദേഷ്യം വന്നത്? ഹസീന പറഞ്ഞപ്പോൾ എല്ലാവരും ചിരിച്ചുകൊണ്ട് കേട്ടിരുന്നല്ലോ. ഉള്ളിലെ അമർഷമടക്കി ചിരിയോടെ തന്നെയാണ് ബീന ഓരോന്നും പറഞ്ഞതും ചോദിച്ചതും. ബീനയുടെ ചോദ്യം അത്ര രസിക്കാതെ അല്പം ദേഷ്യത്തിൽ തന്നെ ഉമ്മിച്ചാമ്മ മറുപടി പറഞ്ഞു. ഓൾ അബിയുടെ മാമാന്റെ മോളല്ലേ, അതുകൊണ്ട് അവനോട് ചേർന്ന് നിന്നവൾ ഒരു തമാശ പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും ചിരിച്ചതിൽ എന്താണ് തെറ്റ്? ഞാനും എന്റെ മാമാന്റെ മോനെ കുറിച്ചൊരു തമാശ പറഞ്ഞപ്പോഴെന്താണ് നിങ്ങൾ ചിരിച്ചു കളയാനത്? ലാഘവത്തോടെ പറഞ്ഞിട്ട് മറുപടി പ്രതീക്ഷിക്കാതെ വെള്ളം കൊടുത്ത ഗ്ലാസ് എടുത്തവൾ അടുക്കളയിലേക്ക് പോയി. ഓളുടെ നാവിന് വല്ലാത്ത നീളം തന്നെയാണ്. അവൾ പറയാതെ പറഞ്ഞിട്ട് പോയത് എന്റെ മോൾക്ക് പ്രസവിക്കാൻ കഴിവില്ലെന്നല്ലേ? ഹസീനയുടെ ഉമ്മ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് ബീനയുടെ വാക്കിൽ അടങ്ങിയിരുന്ന മുന എല്ലാവർക്കും മനസ്സിലായത്. ഹസീനയെ അബിയെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. കുഞ്ഞിലെ മുതൽ ഹസീനയ്ക്ക് അബിയോട് പെരുത്തിഷ്ടവും ഉണ്ടായിരുന്നു. നിക്കാഹിനെ കുറിച്ചുള്ള സംസാരം വന്നപ്പോൾ ബീനയോടുള്ള ഇഷ്ടം അബി എല്ലാവരോടും തുറന്നു പറഞ്ഞു. ഒരുപാട് പുകിലുകൾക്കിടയിൽ അബി ഒറ്റക്കാലിൽ ഉറച്ചു നിന്നതുകൊണ്ട് ഹസീനയെ ഷിഹാബിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. കല്യാണം കഴിഞ്ഞ് 15 വർഷം കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞ് ജനിക്കാത്തതിനാൽ ഷിഹാബ് ഹസീനയെ മൊഴി ചൊല്ലി. എല്ലാവരുടെയും മനസ്സിലൂടെ ആ സംഭവങ്ങളൊക്കെ ഒരു നിമിഷം മിന്നിമാഞ്ഞുപോയി. ബീന അങ്ങനെയൊന്നും വിചാരിച്ച് പറഞ്ഞതായിരിക്കില്ല. നല്ലൊരു ദിവസമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിച്ച് വെറുതെ ഒരു സങ്കടം ഉണ്ടാക്കി വെക്കണ്ട. എല്ലാവരുടെയും വായടച്ചുകൊണ്ട് അബ്ദുള്ള പറഞ്ഞതും ആ സംസാരം അവിടെ അവസാനിച്ചു. കുന്നുകൂടി കിടക്കുന്ന പാത്രം കഴുകുന്നതിനിടയിൽ ബീനയുടെ കണ്ണുകൾ നിറഞ്ഞു തൂവി. നമ്മൾ ഇന്ന് മയ്യത്തായാൽ എല്ലാവരും കൂടി നാളെ തന്നെ അബീക്കയെ കൊണ്ട് ഹസീനയെ നിക്കാഹ് കഴിപ്പിക്കും. അല്ലെങ്കിൽ എല്ലാം അറിയുന്നവർ അവൾ അങ്ങനെ ചേർന്നു നിന്ന് പറഞ്ഞപ്പോൾ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കില്ലായിരുന്നല്ലോ. അവൾ കെട്ടിപ്പിടിച്ച് ചാരി നിന്നപ്പോൾ ചിരിച്ചത് ആസ്വദിച്ചു നിന്ന അബിയെ കൊല്ലാനുള്ള ദേഷ്യം പാത്രം ശക്തിയിലുരച്ചു തീർത്തു. നവാസിക്കയുടെ കാര്യം പറഞ്ഞപ്പോൾ ഹസീനയെ തെള്ളിമാറ്റിയ അബിയെ ഓർത്തപ്പോൾ മനസ്സിന് ചെറിയൊരു സമാധാനം തോന്നി. എങ്കിലും അബിയോടുള്ള ദേഷ്യം അടങ്ങിയിട്ടില്ലായിരുന്നു. ഇവിടുത്തെ പോലെ തന്നെ നവാസിക്കയുമായി എന്റെ നിക്കാഹ് ഉറപ്പിക്കാൻ പോയപ്പോൾ ഞാൻ എന്റെ ഇഷ്ടം നവാസിക്കയോട് തുറന്നു പറഞ്ഞു. എന്നെ ചേർത്ത് പിടിച്ച് നെറ്റിമേൽ മുത്തം വെച്ചിട്ട് നവാസിക്ക അന്ന് പറഞ്ഞത് ഇന്നും മായാതെ മനസ്സിൽ നിൽപ്പുണ്ട്. എനിക്ക് നിന്നെ പെരുത്തിഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ഇഷ്ടത്തിനൊപ്പം നിൽക്കാനാണ് എനിക്കിഷ്ടം. ഞാൻ എല്ലാവരോടും നിന്റെയും അബിയുടെയും കാര്യം പറഞ്ഞ് നിങ്ങളുടെ നിക്കാഹ് നടത്തിത്തരാം. നവാസിക്ക മുൻകൈ എടുത്തത് കൊണ്ടാണ് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഞങ്ങളുടെ നിക്കാഹ് നടന്നത്. എന്റെ നിക്കാഹ് നടന്ന് 3 വർഷത്തിനു ശേഷം നവാസിക്കയും മറ്റൊരു നിക്കാഹ് കഴിച്ചിരുന്നു. നല്ല രീതിയിൽ സന്തോഷമായി തന്നെയാണ് അവർ ജീവിച്ചിരുന്നത്. അതിനിടയിൽ ഇത്തയുടെ അസുഖം കാരണം അവർക്ക് കുട്ടികളും ഉണ്ടായില്ല. എന്നിട്ടും പൊന്നുപോലെയാണ് നവാസിക്ക ഇത്തായെ നോക്കിയത്. വിധിയുടെ വിളയാട്ടം പോലെ 3 വർഷം രോഗത്തോട് മല്ലിട്ടാണ് നവാസിക്കയുടെ ബീവി മരിച്ചത്. എല്ലാ കാര്യവും അറിയാവുന്ന അബീക്കയ്ക്ക് നവാസിക്കയുടെ കാര്യം കേൾക്കുന്നതേ ഇഷ്ടമുള്ള കാര്യമല്ല. എന്നെ കാണുമ്പോൾ നവാസിക്കയുടെ കണ്ണിൽ തെളിയുന്ന തെളിച്ചം അബീക്കയെ പലപ്പോഴും അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. അതറിയാവുന്നത് കൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് എല്ലാവരെയും കേൾക്കെ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. ചിന്തയോടെ പാത്രം കഴുകിക്കൊണ്ട് നിന്നപ്പോൾ അബിയുടെ സജി താത്ത വന്ന് പറഞ്ഞു, ബീന വാപ്പയ്ക്കൊരു കട്ടൻ ചായ എടുക്കാൻ പറഞ്ഞു. എന്നാലും നീ ഹസീനയെ അങ്ങനെ പറയണ്ടായിരുന്നു. നീ അവളെ മച്ചി എന്ന് വിളിച്ചെന്ന് പറഞ്ഞ് മാമി കരയുന്നുണ്ട്. കട്ടൻ ചായക്ക് വെള്ളം വെക്കാനുള്ള ചരുവം കഴുകി എടുത്തുകൊണ്ട് ബീന ചോദിച്ചു.
ഞാൻ അങ്ങനെ വിളിച്ചത് സജീത്ത കേട്ടായിരുന്നോ? നിനക്ക് പെറാനുള്ള കഴിവുള്ളത് കൊണ്ട് നവാസിക്ക നിന്നെ നിക്കാഹ് കഴിക്കുമെന്ന് പറഞ്ഞത് ഹസീനയ്ക്ക് അതിന് കഴിവില്ല എന്ന് നീ പറയാതെ പറഞ്ഞതാണെന്ന് മാമി പറയുന്നു. അവർക്കങ്ങനെ തോന്നിയെങ്കിൽ അത് ശരിയായിരിക്കും. ഇഞ്ചിയും ഏലക്കയും ചതച്ചിട്ട് നാരങ്ങാനീര് ഒഴിച്ച് കട്ടൻ ചായ ഗ്ലാസ്സിലാക്കി കൊടുത്ത് ബീന പറഞ്ഞു. കിട്ടിയ വാർത്ത ചൂടോടെ മറ്റുള്ളവരെ അറിയിക്കാനായി ഇത്താത്ത ഹാളിലേക്ക് പോയി. പാത്രം കഴുകി കഴിഞ്ഞതിനു ശേഷം രാത്രി അരിപ്പത്തിരിക്കുള്ള ബീഫ് കറിക്ക് ഉള്ളി തൊലിക്കാൻ തുടങ്ങി. സങ്കടം തിങ്ങി നിറഞ്ഞ ഹൃദയത്തിൽ നിന്നും പിടിച്ചുവെക്കാൻ കഴിയാതെ കണ്ണീർ തുള്ളികൾ ഒലിച്ചിറങ്ങിയപ്പോൾ ഉള്ളിനീരിന്റെ കാഠിന്യത്തിലാണ് കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നതെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കഴിയുമെന്ന സമാധാനത്തിൽ അവൾ ഹൃദയം പൊട്ടിക്കരഞ്ഞു. അബാബും നെരിപിരികൊണ്ട് നിൽക്കുകയായിരുന്നു. ബീനയൊന്ന് അടുത്തു കിട്ടാതെ ഇനി സമാധാനം കിട്ടുകയില്ല. അവൾ നവാസിനെ കുറിച്ച് പറഞ്ഞത് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അവന്റെ പേര് കേൾക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ലെന്നറിഞ്ഞിട്ട് പിന്നെയും എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? അവളെ അടുത്തു കിട്ടാതെ ഇനി പുകയുന്ന ഹൃദയത്തിന് സമാധാനമില്ലെന്ന് തലയുടെ വേദന തെളിയിച്ചു. സ്ത്രീകളും പുരുഷന്മാരുമായി 10-22 പേരിൽ കൂടുതൽ വീട്ടിലുണ്ടായിട്ടും ബീന ഒറ്റയ്ക്ക് അടുക്കളയിൽ തന്നെയായിരുന്നു. പാക്കറ്റ് അരി പത്തിരി ആയതുകൊണ്ട് ചുട്ടെടുക്കുന്ന പാടെ ഉണ്ടായിരുന്നുള്ളൂ. അതിലെന്തായാലും അബാബ് കരുണ കാണിച്ചു. രാത്രി 7:30 ഒരുവിധം ജോലിയൊതുക്കി ഒന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും നേരത്തെ കഴിക്കാമെന്നും പറഞ്ഞ് കയറി വന്നു. പിന്നെ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കുന്ന തിരക്കിലായി. അതിനിടയിൽ മക്കൾക്ക് വാരിക്കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിലെല്ലാം തന്നെ തേടുന്ന മിഴികളെ അവൾ കണ്ടില്ലെന്ന് നടിച്ചു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്തെങ്കിലും പറയാനോ സ്നേഹം പ്രകടിപ്പിക്കാനോ ഇതുവരെ അഭി ശ്രമിച്ചിട്ടില്ല. അവന്റെ പ്രകടനങ്ങളെല്ലാം മുറിക്കകത്തോ അല്ലെങ്കിൽ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ടോ മാത്രമായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ബീനെ അതെടുക്ക്, ബീനെ ഇതെടുക്ക് അങ്ങനെയുള്ള വാക്കുകൾ കേട്ടുകൊണ്ടേയിരുന്നു. ഓടി ഓടി അവൾ ശരിക്കും തളർന്നുപോയി. നാളത്തെ ആഹാരം കാറ്ററിംഗ് ആയതുകൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. എല്ലാവരും കഴിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് കഴിക്കാൻ ഒന്നുമില്ലെന്ന സത്യം അവൾ മനസ്സിലാക്കി. ഒരുപാടുണ്ടാക്കിയതായിരുന്നു. രുചി കൂടിയപ്പോൾ എല്ലാവരും മത്സരിച്ചു കഴിച്ചു. ഞാൻ കഴിച്ചു എന്ന് തിരിക്കേണ്ട ആള് പോലും എന്നെ നോക്കാതെ സ്വന്തം കാര്യം നോക്കിപ്പോയി. ആഹാരം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും പിന്നെയും കാര്യം പറയാൻ ചേക്കേറിയപ്പോൾ അടുക്കളയിൽ ബീന മാത്രം തനിച്ചായി. പിന്നെയും ഒരു കൂമ്പാരം പാത്രത്തിന്റെ നടുക്ക് അത് കഴുകാൻ നിന്നപ്പോൾ മനസ്സും ശരീരവും വല്ലാതെ നീറി. എല്ലാം കഴുകി ഒതുക്കി അടുക്കളയും വൃത്തിയാക്കിയിട്ട് വയറ് വല്ലാതെ വിശന്നത് കാരണം കുറച്ച് പാല് കാച്ചി ബൂസ്റ്റ് ഇട്ട് കലക്കിയെടുത്ത് ഒരു ഏത്തക്കയുമായി കഴിക്കാനെടുത്തു വെച്ചപ്പോൾ സജീത്ത കിച്ചണിലേക്ക് കയറി വന്നു. ആഹാ, ഞാൻ ഇക്കായ്ക്ക് ഇത്തിരി പാല് കാച്ചി എടുക്കാൻ വന്നതായിരുന്നു. എന്തായാലും നീ അറിഞ്ഞു ചെയ്തു വെച്ചല്ലോ, സമാധാനമായി. അതും പറഞ്ഞ് അവൾ പാലെടുക്കാൻ പോയപ്പോൾ ബീന പറഞ്ഞു, അത് ഞാൻ സജീത്തയുടെ ഇക്കായ്ക്ക് വേണ്ടി ചെയ്തു വെച്ചതല്ല, എനിക്ക് വേണ്ടി ചെയ്തതാണ്. വേണമെങ്കിൽ ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, അതെടുത്ത് കാച്ചിക്കൊണ്ട് പൊയ്ക്കോളൂ. അത് പറഞ്ഞ് അവൾ കപ്പെടുത്ത് ചെറുതായി ഊതിക്കുടിക്കാൻ തുടങ്ങി. സജീത്ത കലിപ്പോടെ ചവിട്ടിത്തുള്ളി തിരിഞ്ഞു നടന്നുപോയി. ചോദ്യം ചെയ്യാനായി 2 മിനിറ്റ് കഴിയുന്നതിനു മുന്നേ ഉമ്മ കയറി വന്നു. നീ എന്താ ബീനെ സജിയോട് പാല് തരില്ലെന്ന് പറഞ്ഞത്? എന്റെ ഒരേ ഒരു മോളാണവൾ. അവൾ കൊടുത്തതിന്റെ ബാക്കി മാത്രം ഇവിടെ എല്ലാവരും കഴിച്ചാൽ മതി. വല്ലപ്പോഴും ഒരിക്കൽ വരുന്ന എന്റെ കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. എന്റെ കുഞ്ഞ് ചങ്കു പൊട്ടിക്കരഞ്ഞാണ് എന്നോടിത് പറഞ്ഞത്. ഉമ്മച്ചി കാര്യമറിയാതെ സംസാരിക്കരുത്. ഞാൻ പറഞ്ഞത് കാച്ചി വെച്ചിരിക്കുന്ന പാല് എനിക്കുള്ളതാണ്, ഫ്രിഡ്ജിൽ പാലിരിപ്പുണ്ട്, എടുത്ത് കാച്ചിക്കൊണ്ടു പോകാനാണ്. അല്ലാതെ പാല് തരില്ല എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞത്? നിനക്ക് വേണമെങ്കിൽ ഒന്ന് കാച്ചി കുടിച്ചാൽ പോരായിരുന്നോ? അവൾക്ക് കാച്ചി വെച്ചത് കൊടുത്തു വിട്ടിരുന്നെങ്കിൽ അവൾ ഇപ്പോൾ സങ്കടപ്പെടുമായിരുന്നോ? ഉമ്മച്ചിയുടെ ചോദ്യം കേട്ടതും കയ്യിലിരുന്ന പാൽക്കപ്പ് ശക്തിയിൽ താഴെ എറിഞ്ഞു പൊട്ടിച്ചു. ബീനയുടെ ക്ഷമയുടെ നെല്ലിപ്പലക പൊട്ടിപ്പോയിരുന്നു. അടുക്കളയിലെ ബഹളം കേട്ട് ഓടിയെത്തിയ എല്ലാവരും കാണുന്നത് ചിതറിക്കിടക്കുന്ന കപ്പും പരന്നൊഴുകുന്ന പാലുമാണ്. എന്താണ് പറ്റിയത്? അബ്ദുള്ളയുടെ പരുക്കൻ സ്വരം മുഴങ്ങി. അതൊന്നും ശ്രദ്ധിക്കാതെ ബീന ഉമ്മയോട് ചോദിച്ചു. 2 ദിവസങ്ങളായി ഈ വീട് വൃത്തിയാക്കാനും എല്ലാം ഒതുക്കി വെക്കാനുമായി ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഉമ്മ കാണുന്നുണ്ടല്ലോ. എല്ലാം ഒതുക്കി രാത്രിയാണ് ഞാനൊന്ന് നടുനിവർത്തുന്നത്. അബീക്കയുടെ ഉമ്മുമ്മയുടെ വിശേഷമെന്ന് കരുതിയല്ല, എന്റെ ഉമ്മിച്ചമ്മയുടെ വിശേഷമെന്ന് കരുതിയാണ് ഞാൻ എല്ലാം ചെയ്തത്. ഇന്ന് രാവിലെ എല്ലാവരും വന്നത് മുതൽ ഈ നിമിഷം വരെ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിച്ചിട്ടുണ്ടോ? ഞാൻ തന്നെയല്ലേ എല്ലാം ചെയ്തത്. എന്നിട്ട് എന്തെങ്കിലും പരാതി ഞാൻ പറഞ്ഞോ? എന്റെ വീടാണ്, ഞാൻ എല്ലാം ചെയ്യണമെന്ന് കരുതി മനസ്സറിഞ്ഞ് തന്നെയാണ് എല്ലാം ചെയ്തത്. നിങ്ങളെല്ലാവരും ആഹാരം കഴിച്ചപ്പോൾ ഞാൻ കഴിച്ചോ എന്നൊരു വാക്ക് ആരെങ്കിലും തിരക്കിയോ? എനിക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് വിശപ്പ് സഹിക്കാൻ കഴിയാനാണ് ജോലി ഒതുക്കിയിട്ട് ഞാനിത് ചൂടാക്കിയെടുത്തത്. അതുകൂടി കുടിക്കാൻ നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ. എന്റെ വിശപ്പും സങ്കടവും ഒന്നും ഉമ്മച്ചിക്ക് പ്രശ്നമല്ല.
ഒരു ജോലിയും ചെയ്യാതെ സുഖിച്ചിരിക്കുന്ന ഉമ്മച്ചിയുടെ മോള് സങ്കടപ്പെട്ടപ്പോൾ ഉമ്മച്ചിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ഇനി മുതൽ എന്റെയും മക്കളുടെയും കാര്യമല്ലാതെ മറ്റാരുടെയും കാര്യം ഞാൻ നോക്കില്ല. എന്നെ ഇഷ്ടമല്ലാത്തവരുടെ കാര്യം നോക്കാൻ എനിക്ക് മനസ്സില്ല. ഉമ്മച്ചിയുടെ പുന്നാര മോള് കുടുംബമായി ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. കുറച്ചുനാൾ അവളുടെ കൂടെ പോയി നിൽക്ക്. അബീക്ക മാത്രമല്ലല്ലോ മോനായിട്ടുള്ളത്. ഇനി മുതൽ 3 മക്കളുടെയും കൂടെ മാറി മാറി നിന്നാൽ മതി. സ്ഥിരമായി ഒരിടത്ത് നിൽക്കുമ്പോൾ അവരുടെ വില മനസ്സിലാവുകയില്ല. വല്ലപ്പോഴും വരുന്നവർ എല്ലാവരും നല്ലവരും, സ്ഥിരമായി നോക്കുന്ന ഞാൻ കെട്ടവളും. ഒരുപാട് കാലമായി ഞാനിത് സഹിക്കുകയാണ്. ഇനി എനിക്ക് സഹിക്കാൻ വയ്യ. ബീനയുടെ അവസ്ഥയിൽ സങ്കടം തോന്നിയിരുന്നെങ്കിലും ഉമ്മയോടുള്ള അവളുടെ വാക്കുകൾ അവനിൽ ദേഷ്യം നിറച്ചു. ആ ദേഷ്യത്തോടെ തന്നെ അബാബ് ഉറക്കെ വിളിച്ചു, ബീനെ! കാത്തിരിക്കൂ, കാത്തിരിക്കണം. കഥ ഇനിയും തുടരും.